അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് സജൂസ് ഫാമിലി ഫുഡ്സ്. ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു ബൗളിലോട്ട് നമ്മൾ 200 ml പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഈസ്റ്റ് ആക്റ്റീവ് ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ, അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഈസ്റ്റ് ആക്റ്റീവ് ആക്കാൻ ഒരുവിധം എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ, അപ്പോൾ ഞാനത് കാണിച്ചിട്ടില്ല കേട്ടോ, അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിലോട്ട് 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 2 കപ്പാണ്, 250 ml 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനി ഒരു പ്ലാസ്റ്റിക് റാപ്പ് ഇട്ട് ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 1.5 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് റാപ്പൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അത്യാവശ്യമൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അത്യാവശ്യം ഒന്ന് ഷേപ്പാക്കി ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്കിത് അത്യാവശ്യം വലിപ്പമുള്ള ബോൾസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബോൾസ് ആക്കി എടുക്കണം. ഇപ്പോൾ നമ്മൾ ബോൾസ് ആക്കിയില്ലേ, ഇനി ഇതൊന്ന് നല്ലോണം ഷേപ്പ് ആക്കിയിട്ട് നല്ല ഷേപ്പിൽ ബോൾസ് ആക്കി എടുക്കുക കേട്ടോ. നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ബോൾസൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് മേലെ നമുക്ക് ഓരോ ബോൾസിന് മേലെ കുറച്ച് ബട്ടർ വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഓരോ ബോൾസിൽ ബട്ടർ ഇതുപോലെ ഒന്ന് നല്ലോണം മാവിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് മേലെ വേറൊരു ബോൾ വെച്ചിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ചെയ്യുക. മുഴുവൻ ബോൾസ് ഇതുപോലെ നമ്മൾ ചെയ്തതിന് ശേഷം വേറൊരു ബോൾസ് എടുത്തിട്ട് നമുക്കിതിന് മേലെ കവർ ചെയ്യാനുണ്ട് കേട്ടോ. അത് നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ 2 വീതം ലെയറായിട്ട് നമ്മൾ മാവ് പ്രസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി മൂന്നാമത്തെ ലെയറിന് വേണ്ടിയിട്ട് വേറൊരു മാവും കൂടെ എടുത്തിട്ട് നമ്മളിതുപോലെ കമഴ്ത്തിയിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്തിട്ട് പരത്തിയെടുക്കുക കേട്ടോ. ടോട്ടലി ഇത് ഒരു 3 ലെയറായിട്ടാണ് കേട്ടോ വരുന്നത്. ഇതുപോലെ നമ്മൾ ചെയ്യുക.
ഇനി ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നല്ലോണം പ്രസ് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടെ ബോളാക്കുക. എന്നിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്യുക കേട്ടോ. നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ചെയ്യുക. ഇനി നമ്മളിത് പരത്തുന്ന ടൈമിൽ പരന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് പരന്ന് കിട്ടും. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഇത് ചുട്ടെടുക്കുന്ന ടൈമിൽ നമുക്ക് കുറച്ചുകൂടെ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. ഇത് നല്ലൊരു ടേസ്റ്റുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. എന്താ പറയുക, നമ്മളന്ന് ബട്ടർ ഗാർലിക് ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ കറി, മട്ടൻ കറിയും ബീഫ് കറി എല്ലാം അതിലേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അയക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.